ചേട്ടനെ സഹായിക്കണം എനിക്കുണ്ട്. പക്ഷെ ബ്ലഡ് എടുത്താൽ എനിക്ക് തലറങ്ങും. എൻ്റെ ബോധം പോണ വരെ ചേട്ടൻ എത്ര ഊറ്റിയെടുത്തോ. പിന്നെ എൻ്റെ അപ്പം ഉണ്ട്. പക്ഷെ ആൾ തളർന്ന് നടക്കുക. അല്ലെങ്കിൽ ഞാൻ ആളെ കുറഞ്ഞേനെ. കാരണം എത്ര പേരെ വേണം? 2 ആളെ വേണമെന്ന് പറഞ്ഞു ഡോക്ടർ. ദൈവം ഉണ്ടല്ലോ. എനിക്ക് ബി പോസിറ്റീവ് ഉണ്ട്, ആളെ ഓ പോസിറ്റീവ് ആണെന്നല്ല പറഞ്ഞു. ഇവന്റെ ബി പോസിറ്റീവ് വന്നിട്ട് അതിന്റെ ലൈസൻസ് കാണിച്ചു കൊടുത്തറ. സത്യം പറയാലോ, പേടിച്ചിട്ട് ചേട്ടാ. സൂചി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ കറങ്ങും. ഒരു കത്തി എടുത്ത് കുത്തും ഞാൻ. അപ്പൊ ഒരു കുപ്പിനേക്കാളും കൊള്ളു കിട്ടും. കുത്തിക്കോ ചേട്ടാ, എത്ര വേണേലും കത്തി വെച്ച് കുത്തിക്കോ. പക്ഷെ സൂചി മാത്രം കൊട്ടരുത് പ്ലീസ്. ചേട്ടന് ബ്ലഡ് അല്ല ആവശ്യം. സൂചി പേടിയില്ലാത്തൊരുത്തരം ഞാൻ ചേട്ടന് കൊണ്ടുതരാം. അപ്പനെ ഇവിടെ ഫ്രീ അല്ലടാ. ആളിങ്ങനെ കോരി എടുക്കാൻ പറ്റൂ. അപ്പനെ കൊണ്ടുപോകുന്ന കുഴപ്പമില്ല. ആ റൂമിൽ എ സി ഉണ്ടേ. അപ്പനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പനെ നോക്കണ ഹോംനേഴ്സില്ലേ, അത് വരില്ല. എനിക്ക് പ്രശ്നം. അത് കുഴപ്പമില്ലടാ, അപ്പോൾ അവിടെ കിടന്നോട്ടെ, ഞങ്ങൾ വേറെ നോക്കാം. ശരി. എന്താ അത് ഞാൻ ബി പോസിറ്റീവ് ബ്ലഡ് ആണ് സ്റ്റോർ ഇട്ടുണ്ടായിരുന്നു. ബ്ലഡ് കിട്ടിയാ? ബ്ലഡ് കിട്ടില്ല, റിപ്ലൈ കിട്ടി. റിപ്ലൈ? ഒരു റിപ്ലൈക്ക് ഇത്ര സന്തോഷ? റിപ്ലൈ തന്നെയല്ലേ? 2 കൊല്ലം പടയച്ച മെസ്സേജിനെ ഇപ്പോഴാണ് റിപ്ലൈ കിട്ടണേ. സന്തോഷിക്കാണ്ടിരിക്കോ? പിന്നെ മെസ്സേജ് വന്നാ? ഇത് അവളല്ലടാ. ഇത് ഞാൻ പെണ്ണ് കാണാൻ പോയിട്ട് സെറ്റായിട്ട് ഒളിച്ചോടി പോയില്ലേ, അവളത്. ഇവൾമാരൊക്കെ എന്തിനാണോ ഇപ്പൊ എനിക്ക് മെസ്സേജ് അയച്ചോണ്ടിരിക്കണേ? പറഞ്ഞുതരാം. അതെ, നമുക്ക് പെണ്ണില്ലാത്ത സമയത്തില്ലേ നമ്മൾ എത്ര അറ്റംപ്റ്റ് ചെയ്താലും ഒരുത്തി പോലും വളയില്ല. നമ്മളെ ഏതിലേലും ഒന്ന് കുരുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മളിപ്പോ അറ്റംപ്റ്റ് ചെയ്ത പെമ്പിളരില്ലേ എല്ലാവരും കൂടി കെട്ടിയെടുക്കും. സുഖാണോ, ഹായ് അയക്കാം, മെസ്സേജ് അയക്കാം, റിപ്ലൈ തരാ. അപ്പൊ നമുക്ക് ആ കൺഫ്യൂഷൻ ആവും. ഉള്ളതിനെ കളഞ്ഞോ, കളഞ്ഞിട്ട് പുതിയ വേറെ എടുക്കണോ, ആ കേട്ടാ സ്റ്റാർട്ടിങ് വിത്ത് അഭിഹിതം. ഇതിപ്പോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ. എടാ, ഇത് എപ്പോഴാണ് ഉടലെടുക്കണം എന്നൊക്കെ അറിയോ? 7-ാം മാസത്തിന്റെ യാമങ്ങളിൽ. എടാ സത്യം അനുഭവം ഉണ്ട്. ഏതാണ്ട് എനിക്ക് ഈ സെയിം അനുഭവം ഉണ്ടായിട്ട്. അതെന്റെ ഭാര്യ പ്രസവമായ സമയത്താ. പണ്ട് ഞാൻ അറ്റംപ്റ്റ് ചെയ്ത പെമ്പിളരില്ലേ, അന്നാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. പണ്ട് ഞാൻ പിന്നാലെ നടന്നപ്പോ, പട്ടിയെ പോലെ പിന്നാലെ നടന്നപ്പോഴേ ഒരുത്തി പോലെ തിരിഞ്ഞു നോക്കിയില്ല. ഇത് അവന്മാർക്ക് അന്ന് പറയാറുന്നില്ലേ. അങ്ങനെ ഈ സാധനത്തെ ഞാൻ കെട്ടിയെടുക്കണം ജീവിതത്തിലേക്ക്. ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ വന്നേക്കോ. വീണ്ടും വന്നാ അല്ല, അമ്മ വിളിക്കണ്ടേ. കക്ഷത്തിലുള്ള നിലത്ത് വെച്ചിട്ട് ഉത്തരത്തിലുള്ള എടുക്കണം തോന്നും. പക്ഷെ എടുക്കരുതട്ടാ. ദാറ്റ് ഈസ് എ ബ്യൂട്ടി അവിഹിതം. ഒന്നല്ലടാ, താല്പര്യമില്ല, അവിഹിതത്തിന് താല്പര്യമില്ല. ഒന്നല്ലടാ. ഈ അയക്കണം അടുത്ത് ബ്ലഡ് ഉണ്ടെങ്കിൽ തരാൻ പറയും, ഇല്ലെങ്കിൽ ബ്ലഡ് എങ്കിലും തരാൻ പറയും. ജാമൂട്ടി മക്കാലോ. അതല്ലടാ പ്രശ്നം. അപ്പൊ പിന്നെ ഇത്ര കൺഫ്യൂഷൻ. അമ്മ അമ്മായിമ്മയും കൂടി ഒരുമിച്ച് ഡോക്ടറെ കാണാൻ വേണ്ടി. പക്ഷെ അമ്മായിമ്മക്ക് സപ്പോർട്ടാ. പക്ഷെ അമ്മയാണ് കുറച്ച് സീൻ. അടുത്ത കുട്ടീനെ വേണ്ടെന്ന് പറയണേ. നിന്റെ എത്രാമത്തെടാവാ? ഇത് 5ാമത്തെ. കടവുളെ പഞ്ചവത്സരം. നീ അമ്മ പറഞ്ഞ നോക്കണ്ട, നിന്റെ ഭാര്യ എന്ത് പറഞ്ഞു അത് നോക്ക്. ഞാൻ അവൾക്കൊന്നും പറയാൻ സമയം കൊടുക്കാറില്ലേ. ഞാനൊരു കാര്യം കേട്ടെ, നീ ഔദ്യത്തിന് പോകണം നല്ലത്. അല്ല നിന്റെ ഭാര്യ ജീവനോട് ഉണ്ടാവില്ലേ. പോയേ എന്ത് ചെക്കനാ ചെയ്തത്? അജീഷേ, പോയേ ബ്ലഡ് ഒന്നും ഇല്ല. ബ്ലഡിന്റെ കാര്യം സെറ്റാക്കറാ.